ഹലോ ഗൈസ്, മൈൻക്രാഫ്റ്റിന്റെ ഒരു പുതിയ മോഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ മോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലവർ പൊട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് OP ലൂട്ട് കിട്ടും. നമുക്ക് ചിലപ്പോൾ നെതറൈറ്റ് സ്വാഡ് കിട്ടാം, അല്ല പല പല സാധനങ്ങൾ കിട്ടാം. അപ്പോൾ അധികം ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, നമ്മുടെ മുമ്പിൽ തന്നെ കുറച്ച് പൂക്കളുണ്ട്, നമുക്ക് പൊട്ടിച്ച് നോക്കാം. നമ്മൾ പൊട്ടിച്ചപ്പോൾ തന്നെ നെതറൈറ്റ് സ്വാഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് അയൺ ബ്ലോക്ക്, ഒരു ക്രോസ് ബോ കിട്ടി. ഇതാണ് ഗൈസ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് ഒത്തിരി OP ലൂട്ട് കിട്ടും. നമുക്ക് ടോട്ടം കിട്ടിയിട്ടുണ്ട്. നമ്മളല്ല ഗൈസ് 3 ടോട്ടം കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഗൈസ് ഈ മോഡിന് എന്തോ ബഗ്ഗാന്ന് തോന്നുന്നു, നമ്മുടെ ലൈഫ് പോകുന്ന പോലെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇതൊന്നും ആവശ്യമില്ല, നമുക്ക് ഡാമേജ് ഒന്നും ആവശ്യമില്ല. ഗോൾഡൻ ആപ്പിൾ വേണം. ഗൈസ് കുറച്ചും കൂടെ പൂ പൊട്ടിക്കാം, നമുക്ക് പൂക്കൾ പൊട്ടിക്കാം. നമുക്കൊരു ബോ കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടെ പൂക്കൾ പൊട്ടിച്ച് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. ഒരു നെതറായിട്ട് ഇൻഗോട്ട് കിട്ടി. ഗൈസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇനിയും വീഡിയോ ആണെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. ഗൈസ് നമുക്കിപ്പോൾ ഏറ്റവും ആവശ്യം ഒരു എലേറ്ററാണ്. എലേറ്റർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പണിയെല്ലാം സിമ്പിളാണ് ഗൈസ്. ഗൈസ് ഇവിടെ കുറേ പൂക്കളുണ്ട്, എല്ലാം മുടിച്ച് നോക്കാം. ഗോൾഡൻ ആപ്പിൾ, നമുക്കൊരു ഹെൽമെറ്റ് കിട്ടി. നെതറൈറ്റ് ടാക്സ് കിട്ടി. ട്രാഡൻ ഇട്ടിട്ടുണ്ട്. എന്തായാലും കൈ വെച്ചേക്കാം ഗൈസ്. സീമോട് കൊള്ളാൻ കേട്ടോ, കുറേ സാധനങ്ങൾ ഇട്ടുണ്ട് ഗൈസ്. പിന്നെ ഒരു ട്രാഡൻ കിട്ടിയിട്ടുണ്ട്. സെലക്ടർ കിട്ടി. ഇനി നമ്മളുടെ പണിയെല്ലാം എളുപ്പമാവും. പക്ഷെ നമുക്ക് ഫയർ വർക്കും കിട്ടിയിട്ടുണ്ട്. നമുക്ക് എലേറ്റർ വെച്ച് പറക്കാം. ഗൈസ് ഇനി നമുക്ക് കുറച്ച് കൂടുതൽ പൂവുള്ള സ്ഥലത്ത് പോവാം. ഗൈസ് ഇനിയും കുറേ പൂക്കൾ ഇട്ടിട്ടുണ്ട്, നമുക്ക് എല്ലാം പൊട്ടിച്ച് നോക്കാം. നെതറൈറ്റിൻ്റെ ഷവൽ ഇട്ടിട്ടുണ്ട്. നെതറൈറ്റിൻ്റെ ഒരു ലെഗിൻസ് കിട്ടി. ഗൈസ് ഇത് നമുക്ക് കൈ പിടിച്ചേക്കാം. ഗോൾഡൻ ആപ്പിൾ കിട്ടി. എൻചാൻറ്റഡ് ഗോൾഡൻ ആപ്പിൾ കിട്ടിയിട്ടുണ്ട്. ഗൈസ് നമുക്ക് നെതറൈറ്റ് പിക്കാക്സ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് വേണം. എലേറ്റർ കിട്ടി. ഒബ്സീഡിയൻ, ടോട്ടം. ഗൈസ് നമുക്ക് കുറേ ഗോൾഡൻ ആപ്പിൾ വേണം. ടെസ്റ്റ് ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കയ്യിൽ വെച്ചേക്കാം. അങ്ങനെ നമുക്ക് ഫുള്ള് നെതറൈറ്റ് ആർമർ കിട്ടിയിട്ടുണ്ട്. ഫുൾ നെതറൈറ്റ് ആർമറും ടൂൾസും ഉണ്ട്. ഇനി നമുക്ക് നെതറിൽ പോവാം. ഏസ് നമുക്ക് ടോട്ടൊക്കെ ചവറ് പോലെ കിട്ടുന്നുണ്ട്. ഗൈസ് നമുക്കൊരു ഫ്ലിൻറ്റ് വേണം നെതറിൽ പോകാൻ. ഗൈസ് ഞാൻ നെതർ പോർട്ടലുണ്ടാക്കി നെതറിൽ പോവാണ്. ഗൈസ് എൻ്റെ കയ്യിൽ അയണില്ല. ഗൈസ് നമുക്കിനി നെതറിൽ പോകണം. എന്നിട്ട് അവിടെ നിന്ന് ബ്ലേസ് റോഡ് കണ്ടുപിടിക്കണം. എന്താണ് അതിനൊക്കെ? നമുക്കിനി നെതറിൽ പോവാം ഗൈസ്. നമുക്ക് കുറച്ച് നെതറാക്കി എടുക്കാൻ ആവശ്യം വരും.
ഗൈസ് നമുക്കിനി എത്രയും പെട്ടെന്ന് ഒരു ഫോർട്രസ് കണ്ടുപിടിക്കണം. ഗൈസ് നമുക്ക് ഫോർട്രസ് ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ 13 പ്ലേസോടെ ആയിട്ടുണ്ട്. ഇച്ചിരിയും കൂടെ ഒപ്പിച്ചേക്കാം. ഗൈസ് നമുക്കിത് മതിയാവും. ഗൈസ് നമുക്കിനി പോവാം. നമുക്കൊരു റാപ്ഡ് വയമ കണ്ടുപിടിച്ചിട്ട് അവിടെ പോയി എൻഡർമാനെ പറയാനുള്ളതാണ്. നമുക്ക് കുറേ നേരത്തിന് ശേഷം ഒരു റാപ്ഡ് ഫോറസ്റ്റ് വയമോ അതിൻ്റെ അകത്ത് ഒരു ഫോർട്രസും കിട്ടിയിട്ടുണ്ട്. ഗൈസ് അവിടെ ഒരു എൻഡർമാൻ നിൽപ്പുണ്ട്. ഗൈസ് ഇവിടെ സീനാണെന്ന് തോന്നുന്നു. ഗൈസ് പ്ലേസ് കോർണറിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു സാധാരണമാണ്. ഗൈസ് ഇനി നമുക്ക് എൻഡർമാനൊക്കെ ഒന്ന് നോക്കാം. ഗൈസ് നമുക്ക് ലൂട്ടിംഗ് ഗ്രേഡ് സോഡുള്ള കാരണം പെട്ടെന്ന് എൻഡർപേൾ കിട്ടുന്നുണ്ട്. ഇപ്പം തന്നെ എൻ്റെ ഈ 12 എണ്ണമായി. നമുക്ക് കുറച്ചും കൂടെ ഒപ്പിച്ചേക്കാം, ആവശ്യം വരും. ഗൈസ് നമുക്ക് 19 എൻഡർപേൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഓവറോളിൽ പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ ബ്ലേസ് റോഡ് എൻഡർപേൾ ഒപ്പിച്ചിട്ട് നമ്മൾ നേരെ ഓവറോളിൽ പോവാണ്. ഗൈസ് ഇനി നമുക്ക് ഈ ഗുഹയിൽ നിന്ന് മുകളിലോട്ട് കയറണം. ഗൈസ് നമ്മൾ നെതറിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ നമ്മളൊരു ഡെസേർട്ടിലാണ് പോണായിരിക്കുന്നത്. ഗൈസ് ഇനി നമുക്ക് എൻ്റർ ആയി ഉണ്ടാക്കിയിട്ട് സ്ട്രോങ് ഹോൾഡ് റൂം കണ്ടുപിടിക്കാം. ഗൈസ് ഞാൻ ഐ എറിയാണ്. പുറയിലോട്ടാണ് പോകുന്നത്. ഗൈസ് പോകുന്ന വഴി കുറച്ച് മുമ്പ് നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഗൈസ് എനിക്ക് തോന്നി സ്ട്രോങ് ഹോൾഡ് ഏതോ വില്ലേജിൻ്റെ അടിയിലാണെന്ന് തോന്നുന്നത്. ഗൈസ് അവിടെ എന്തോ സ്ട്രക്ചർ ആണെന്നുണ്ടാവും, പോയി നോക്കാം. റിസൾട്ട് എല്ലാം തോന്നുന്നു. ഗൈസ് സ്ട്രോങ് ഹോൾഡ് ഒരു വില്ലേജിൻ്റെ അടിയിൽ സ്പോണാൻ 50% ചാൻസാണ് ഉള്ളത്. മിക്കവാറും ഒരു വില്ലേജിൻ്റെ അടിയിലായിരിക്കും സ്ട്രോങ് ഹോൾഡ് ഉണ്ടാകുന്നത്. ഗൈസ് നമുക്കങ്ങനെ ഒരു വില്ലേജ് ഇട്ടിട്ടുണ്ട്. മിക്കവാറും ഇതിൻ്റെ ഇടയിലായിരിക്കും സ്ട്രോങ് ഹോൾഡ്. നമുക്കൊന്നും കൂടെ IO-ഫെൻഡർ വിട്ട് നോക്കാം. ഗൈസ് അങ്ങോട്ടാണ് കാണിക്കുന്നത്. ഗൈസ് നമ്മുടെ IO-ഫെൻഡർ ഇതിൻ്റെ അടിയിലോട്ടാണ് പോകുന്നത്. ഇതിൻ്റെ അടിയിലാണ് സ്ട്രോങ് ഹോൾഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് കുഴിച്ചു പോവാം. ഗൈസ് നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. നമുക്കിനി പോർട്ടൽ റൂം കണ്ടുപിടിക്കണം. പോർട്ടൽ റൂം കണ്ടുപിടിക്കാനാണ് ഗൈസ് ഏറ്റവും പാടില്ലാത്തത്. ഗൈസ് നമുക്ക് ലൈബ്രറി കിട്ടിയിട്ടുണ്ട്. ഒരു ചെസ്റ്റ് ഉണ്ടാണ്. ചെസ്റ്റ് ഉണ്ട്. അതിനകത്ത് ആർമർ പെണ്ണൊക്കെയാണ്, നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഗൈസ് ഇനി ഞാൻ നിങ്ങളെ പോർട്ടൽ റൂം കണ്ടുപിടിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ് ഞാൻ ഇതുവരെ ചുമ്മാ വരുമായിരുന്നു. അത്തേക്കും നമ്മൾ ഇവിടെ നിന്ന് ചുമ്മാ കുഴിച്ചു നോക്കി. നേരെ വന്നത് പോർട്ടൽ റൂമിലാണ്. ഗൈസ് നമുക്ക് പോർട്ടൽ റൂം പെട്ടെന്ന് കിട്ടി. ഗൈസ് നമ്മുടെ കയ്യിൽ കറക്റ്റ് എൻ്റർ ഉണ്ടായിരുന്നു. പോർട്ടൽ ആക്ടിവേറ്റ് ചെയ്ത് നമുക്ക് പോവാം. ഗൈസ് നമ്മൾ എൻഡർ ഡ്രാഗനെ ഡിഫീറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ആദ്യമായിട്ട് മോഡ് വെച്ചിട്ട് എൻഡർ ഡ്രാഗനെ കൊല്ലാൻ പോവാണ്. ഗൈസ് നമ്മൾ എലേറ്റർ വെച്ചിട്ടാണ് ഡ്രാഗനെ കൊല്ലാൻ പോകുന്നത്. നമുക്ക് എൻഡർ ഡ്രാഗനെ കൊല്ലാം. നമ്മളങ്ങനെ എൻഡർ ഡ്രാഗനെ ഡിഫീറ്റ് ചെയ്തു. നമ്മളങ്ങനെ ഫ്ലവേഴ്സ് കീ OP-യിൽ കിട്ടുന്ന മോഡിൽ എൻഡർ ഡ്രാഗനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.